ഉക്രൈനെയും അവിടുത്തെ ജനങ്ങളെയും കത്തോലിക്ക സഭയെയും തുടച്ചു നീക്കുക എന്ന ലക്ഷ്യമാണ് റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിന്റേതെന്ന് ഉക്രൈനിയൻ ഗ്രീക്ക് കത്തോലിക്ക സഭയുടെ മേജർ ആർച്ച് ബിഷപ്പ് സ്വിയാത്തോസ്ലാവ് ഷെവ്ചുക്. വാഷിംഗ്ടണിൽ എത്തിയ അദ്ദേഹം ഹഡ്സൺ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സംഘടിപ്പിച്ച പാനൽ ചർച്ചയിലാണ് ഇക്കാര്യം വെളിപ്പെടുത്തിയത്. ഉക്രൈൻ പിടിച്ചെടുക്കുന്നതിൽ റഷ്യ വിജയിച്ചാൽ ഞങ്ങളുടെ സഭ നിലനിൽക്കില്ല. ഇത് ജീവിതത്തിന്റെയും മരണത്തിന്റെയും പ്രശ്നമാണെന്നും ബിഷപ്പ് പറഞ്ഞു. റഷ്യ പൗരസ്ത്യ കത്തോലിക്കർക്ക് സ്വാധീനമുള്ള പ്രദേശങ്ങളുടെ നിയന്ത്രണം ഏറ്റെടുക്കുമ്പോഴെല്ലാം അവരെ റഷ്യൻ ഓർത്തഡോക്സ് സഭയിലേക്ക് നിർബന്ധിച്ചു ചേർക്കുകയോ നാടുകടത്തുകയോ ജീവിത അവസാനം വരെ തടവറകളിൽ അടയ്ക്കുകയോ ചെയ്യുന്നവരെന്നതാണ് ചരിത്രം നമ്മെ പഠിപ്പിക്കുന്നത്. ഞങ്ങൾ ന്യായമായ സമാധാനമാണ് തേടുന്നത്, അല്ലാതെ ആക്രമണകാരിയെ കൂടുതൽ ശക്തമായി തിരിച്ചു വരാൻ അനുവദിക്കുന്ന താൽക്കാലിക വെടിനിർത്തലല്ല. റഷ്യൻ സാമ്രാജ്യം സ്ഥാപിക്കാനാണ് പുടിന്റെ ശ്രമം. യുക്രൈനിൽ റഷ്യ വിജയിച്ചാൽ ഉടൻ തന്നെ ബാൾട്ടിക് രാജ്യങ്ങളും പോളണ്ട്, ജോർജിയ, അർമേനിയ എന്നീ രാജ്യങ്ങളുമൊക്കെ റഷ്യയുടെ അധിനിവേശ ഭീഷണിയിലാകും. 2022 ഡിസംബറിൽ റഷ്യൻ അധികാരികൾ യുക്രൈനിൽ ഗ്രീക്ക് കത്തോലിക്ക സഭയെ നിയമവിരുദ്ധമായി പ്രഖ്യാപിച്ചത് ചൂണ്ടിക്കാട്ടിയ ബിഷപ്പ് സിയാത്തോ 18 മാസത്തെ റഷ്യൻ അടിമത്തത്തിൽ ക്രൂരമായ പീഡനങ്ങൾ അനുഭവിച്ച 2 ഉക്രൈനിയൻ വൈദികരുടെ കഥയും വിവരിച്ചു. അവരുടെ മോചനത്തിനായി പരിശുദ്ധ സിംഹാസനം നടത്തിയ ശ്രമത്തിനും മധ്യസ്ഥതയ്ക്കും പ്രത്യേകം നന്ദി പറയുന്നതായും ബിഷപ്പ് പറഞ്ഞു.